ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യൗവനക്കാർ നേരിടുന്ന വെല്ലുവിളികൾ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യുമെന്നാണ് സഭാപ്രസംഗി പറയുന്നത്. തൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും അദ്ദേഹം അത് പങ്കുവയ്ക്കുന്നത്. ഈ മനോഹരമാകുന്ന സന്ദർഭത്തിൽ നമ്മോടുകൂടെ പാസ്റ്റർ അനീഷ് മനോജ് സ്റ്റീഫൻ അവറുകൾ ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. നല്ല യൗവനത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരം ലഭിച്ച അഭിഷക്തനാണ്. ബാംഗ്ലൂരിൽ വലിയൊരു ഉണർവിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നു. ഇന്ത്യയിലാകമാനം സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അവസരം കർത്താവ് കൊടുത്തു. ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. ബഹുമാന്യ കർത്തദാസൻ നമ്മോട് കൂടെ ഉള്ളത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഈ ആലോചനകളുടെ തലക്കെട്ടായിട്ട് പറഞ്ഞ യൗവനക്കാർ നേരിടുന്ന വെല്ലുവിളികൾ, ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായിട്ട് മറുപടി പറയുവാൻ കഴിയുന്ന ഒരു അഭിഷക്തനാകുന്നു പാസ്റ്റർ അനീഷ് അവറുകൾ. കർത്താവിൻ്റെ ദാസനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൗവനക്കാർ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള തലക്കെട്ടാണ് ഈ എപ്പിസോഡിന് കൊടുത്തിരിക്കുന്നത്. അനേകം യൗവനക്കാരുടെ നടുവിലാകുന്നുവല്ലോ കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്നത്. ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ അവിടെ കടന്നു വരുന്നത് ഏകദേശം ഒരു 60-70% 30-35 വയസ്സ് ആ ഒരു ഇടയിലുള്ള പ്രിയപ്പെട്ടവരാണ് അവിടെ കടന്നു വരുന്നത്. അതിനാൽ ഈ മേഖലയിൽ ശുശ്രൂഷയിൽ ലഭ്യമായിരിക്കുന്ന പരിചയങ്ങൾ അതൊക്കെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു തലക്കെട്ടിന് മറുപടിയായിട്ട് കർത്താവിൻ്റെ ദാസൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? താങ്ക് യു പാസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജീസസ് റെയിൻസ് എന്ന പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ കർത്താവ് എനിക്കും കൃപ നൽകി. പ്രത്യേകിച്ച് മീഡിയയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ബ്ലെസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആൻഡ് ഐ കൗണ്ട് ഇറ്റ് ആസ് എ പ്രിവിലേജ് ടു ബി പാർട്ട് ഓഫ് പാസ്റ്റർ ഫിനി സ്റ്റീഫൻസ് പ്രോഗ്രാം ഓൺ ദിസ് ഡേ. പക്ഷേ യൗവനക്കാർ അനുഭവിക്കുന്ന ചാലഞ്ചസ്, അതിനെക്കുറിച്ചാണല്ലോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒത്തിരി പേര് എന്നോട് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബാംഗ്ലൂരിൽ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇത്രയും ചെറുപ്പക്കാരെ നേടാനൊത്തത്? ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാൻ നമ്മളോട് ബൈബിൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ. അപ്പോൾ പണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനൊരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ചേർച്ചിൻ്റെ അകത്ത് വളർന്നത് കൊണ്ട് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ യേശുവും 1-2 ശിഷ്യന്മാരും ഒക്കെ ചെറുപ്പവും ബാക്കി എല്ലാവരും ആ ലോർഡ് സപ്പറിൻ്റെ പിക്ചറിൻ്റെ അകത്ത് കഷണ്ടിയായിട്ടുള്ളവരും പ്രായമുള്ളവരും ആയതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒരു ആത്മീയനാകണമെങ്കിൽ 1-2 പേർക്കൊക്കെ ചെറുപ്പത്തിലാകാൻ ഒക്കും, എന്നാൽ കൂടുതലും പ്രായമാകുമ്പോൾ മാത്രമേ നമ്മൾ ആ പക്വതയിലേക്ക് എത്തത്തുള്ളൂ എന്ന്. പക്ഷെ പിന്നത്തതിൽ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ബൈബിളുമായിട്ട് ബന്ധമുള്ള ഹിസ്റ്ററി ബുക്സും ബൈബിൾ കമൻറ്റേറ്റേഴ്സ് എഴുതിയിരിക്കുന്ന അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു അതിലേറ്റവും പ്രായം കൂടിയതെന്നും, പത്രോസിന് ഏകദേശം സമപ്രായമോ 1 വയസ്സ് കുറവും, ഏറ്റവും ചെറിയ ഡിസൈപ്പിൾ യോഹന്നാൻ 14 വയസ്സുള്ളപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം ശുശ്രൂഷിച്ചപ്പോൾ നല്ല മിറക്കിൾ, സയൻസ്, വണ്ടേഴ്സ് ഒക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുവെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ചലഞ്ച് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നേരിട്ട വ്യക്തി കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരിക്കും. കാരണം യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ബാച്ചിനെയാണ് ലോകത്തിൻ്റെ അപ്പോസ്തലന്മാരാക്കി കർത്താവ് മാറ്റിയത്. അതുകൊണ്ട് ദർ ഇസ് ഹോപ്പ്. അതുകൊണ്ട് നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട് പാസ്റ്റർ. അവരനുഭവിക്കുന്ന ഏത് ചലഞ്ചിനും ബൈബിളിൽ അതിന് ഉത്തരമുണ്ട്, അല്ലെങ്കിൽ അതിന് സൊല്യൂഷനുണ്ട്. പ്രാക്ടിക്കലി യൗവനക്കാരനുഭവിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച് ടു പ്രൂവ് വൺ സെൽഫാണ്. അതിൻ്റെ സബ്സെറ്റുകളായിരിക്കും പല കാര്യങ്ങളും പിന്നത്തതിൽ വരുന്നത്. എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ആദ്യത്തെ കാര്യം, ഒരു ചെറുപ്പക്കാരൻ നല്ലതായിട്ട് പഠിച്ച് വളരുന്നതോ രക്ഷിക്കപ്പെട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ യാഥാസ്ഥികമായിട്ട് വളർത്തപ്പെടുന്നയാളോ മതത്തിലുള്ള വ്യക്തിയായിരിക്കാം. അവരാരും ഒരു 14-15 വയസ്സൊരു കാര്യമായ കുഴപ്പത്തിലൊന്നും വരത്തില്ല. പക്ഷെ എവിടെയെങ്കിലും ഒരു പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു പ്രഷർ വരുമ്പോഴാണ്
അവരാദ്യമായിട്ടൊരു ചാലഞ്ചിൻ്റെ അകത്തേക്ക് വീഴുന്നത്. അതിനെ എല്ലാം സിന്നെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. ഉദാഹരണത്തിന് പഠനമായിരിക്കാം. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ ഒരു പ്രൂവിങ് ഒരു സിസ്റ്റം വരുമ്പോൾ, ഒരു ചലഞ്ച് വരുന്നു. ആ ചലഞ്ചിൽ താൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വേണ്ടതുപോലെ പരാജയപ്പെടുന്നില്ല. തൻ്റെ മനസ്സ് വേദനിക്കുന്നു, മനസ്സ് തകരുന്നു, ചിലപ്പോൾ ഡിപ്രഷൻ വരാം. അങ്ങനത്തെ പ്രയാസങ്ങൾ കോമ്പറ്റീറ്റീവ് വേൾഡിൻ്റെ അകത്ത് ജീവിക്കുമ്പോൾ. അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ചെറുപ്പക്കാർ പറയുന്നു, കണ്ടോ സിനിമയിലൊക്കെ എല്ലാവരും പുകവലിക്കുന്നില്ലേ, ആൺകുട്ടികളായ പുകവലിക്കണം. പെൺകുട്ടികളോട് പറയുന്നു, പെൺകുട്ടികൾക്ക് സൗന്ദര്യമുണ്ടെന്ന് തെളിയിക്കുന്നത് നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലേ നിന്നെ കാണാൻ കൊള്ളു. സോ ലോട്ട് ഓഫ് പ്രഷേഴ്സ് വരുന്നത് ടു പ്രൂവ് വൺ സെൽഫ് വരുമ്പോഴാണ്, നമ്മളെ തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ഒത്തിരി പ്രഷറിലാകുന്നത്. അവിടെ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് പറ്റുന്നത് പാസ്റ്റർ, ഈ ലോകത്തിൽ ആരും തന്നെ 100% പ്രൂവൺ ഇല്ല എന്നുള്ളതും പെർഫെക്റ്റ് അല്ല എന്നുള്ളതും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന ദിശയിലേക്ക് ഈ കുഞ്ഞുങ്ങളെ തിരിക്കാൻ തുടങ്ങിയാൽ അവർക്കൊരു വലിയ ഹോപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പാസ്റ്റർ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞാൻ സിനിമ, പുകവലി, മദ്യപാനം, ഗേൾസ്, ഈ 4 കാര്യത്തിൻ്റെ പ്രഷറിലായി. ഞാനൊരു CNI ചർച്ചിലുള്ള ക്രിസ്ത്യനാണ്. പക്ഷേ ഞാൻ ഭയങ്കര പ്രഷേർഡായിപ്പോയി. പക്ഷെ ഞാൻ ഈ ചർച്ചിൽ വരാൻ തുടങ്ങി, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. യേശുവിനെ ഞാൻ ഈ ചർച്ചിൻ്റെ പാസ്റ്റർമാരിൽ കാണാൻ തുടങ്ങി. ഞങ്ങളെ എല്ലാവരും കാണുന്നത്, ഞങ്ങൾ ബലഹീനരാണ്, പക്ഷെ യേശുവിനെ കാണാൻ തുടങ്ങി. നമ്മിൽ യേശുവിനെ കാണുമ്പോൾ ഐ എം ബിലീവിങ് ആ പെർഫെക്ഷൻ ആയിരിക്കും അവർ കാണുന്നത്, ആ ഫുൾനെസ് ആയിരിക്കും കാണുന്നത്. അത് ഈ മകൻ പറയുന്നു, 1 വർഷത്തിൻ്റെ അകത്ത് തൻ്റെ മദ്യപാനം നിന്നു. അദ്ദേഹം ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, പാസ്റ്റർ ഐ എം നോട്ട് ഫീലിംഗ് ഈവൻ ഇൻട്രസ്റ്റഡ് ഇൻ ഗേൾസ് നൗ. എനിക്കിപ്പോൾ പെൺകുട്ടികളിൽ പോലും താല്പര്യമില്ലാതെ എനിക്ക് എപ്പോഴും ചർച്ചിൽ വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ പാസ്റ്റർ ചോദിച്ച ഹൗ ഡു വി ഹാൻഡിൽ ദ ചാലഞ്ചസ്, ഒറ്റ സിംഗിൾ ലൈനിലൊരു സ്ട്രൈറ്റ് ഫോർവേഡ് ഉത്തരം പറഞ്ഞാൽ is to somehow bring them to Jesus and His presence and tell them that these are the challenges that anyone would go through. Even Bible പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു പോലും നമ്മെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടും യേശുവിൽ പാപമില്ല എന്ന് പറഞ്ഞ പോലെ ഐ എം ഫീലിംഗ് ദർ ഇസ് ഓൾവേസ് എ ഹോപ്പ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒരാൾ ഇത് ജയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെറുപ്പക്കാർക്ക് ഹോപ്പുണ്ട്. അപ്പോൾ അവരൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇതുവരെ ആരും ഈ പരീക്ഷ ജയിച്ചിട്ടില്ല എന്ന് തോന്നിയാൽ അവർക്ക് ഹോപ്പ് ഉണ്ടാകത്തില്ല പാസ്റ്റർ. പക്ഷേ ഇത് ഒരിക്കൽ ജയിച്ച പരീക്ഷകളായതുകൊണ്ട് അവർക്ക് വളരെ ഹോപ്പുള്ളത് ആ ഒരു സിസ്റ്റത്തിലാണ് പാസ്റ്റർ ചെറുപ്പക്കാരെ നേടാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ. അതിൽ ചർച്ചിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതെ, കുടുംബമുണ്ട്. എന്നാൽ കുടുംബം ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ ടീനേജിൽ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരല്പം അകലാൻ തുടങ്ങും. അതെ, ആ സമയത്ത് സമൂഹമുണ്ട്. അപ്പം അവിടെ ചർച്ചിന് വളരെ പ്രാധാന്യമുണ്ട്. ചർച്ചിലേക്ക് ഇവർ വരുന്നു, ചർച്ചിലൂടെ ഇവർ യേശുവിനെ കാണുന്നു. മാതാപിതാക്കളുടെ പിന്തുണ വളരെ ആവശ്യമാണ്. എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ടീനേജ് പ്രായമൊക്കെ കഴിയുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ ആ ബന്ധത്തിനൊരു അകൽച്ച അല്പം ഒന്ന് അകലുവാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ചർച്ചിൻ്റെ സ്വാധീനം വരുന്നത്. സമൂഹമുണ്ട്, സമൂഹത്തിലേക്ക് പോകുമ്പോൾ ഇവർക്ക് നല്ല കാര്യങ്ങൾ അധികം ലഭിക്കുകയില്ല. എന്നാൽ ചർച്ചിലേക്ക് ഇവർ വരുവാൻ തയ്യാറാകുകയാണെങ്കിൽ ചർച്ചിന് ഒരു വലിയ സംഭാവന ഇവരുടെ ആത്മീക വളർച്ചയ്ക്ക് കൊടുക്കുവാൻ കഴിയും. മാത്രമല്ല ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയും. പാസ്റ്റർ എത്രാമത്തെ വയസ്സിലാണ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്? പാസ്റ്റർ ഞാൻ 25-ാമത്തെ വയസ്സിലാണ് ബാംഗ്ലൂരിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത്. പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ പോലെ ചർച്ചിലൊരു വളരെയധികം പ്രാധാന്യമുണ്ട്. എൻ്റെ ചേർച്ചിനേക്കാളും ഞാൻ എങ്ങനെ ഇതിലോട്ട് വന്നു എന്നുള്ളത് ഒരു ചേർച്ച് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തതാണ്. പക്ഷേ ഞാൻ എൻ്റെ 25-ാമത്തെ വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2 വർഷം ഞാൻ ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ നമുക്കൊന്ന് ഫ്രീ ആകാൻ ആഗ്രഹമുള്ള ഒരു പീരീഡാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇത്രയും കാലം എൻ്റെ ഡാഡി മമ്മി ഞങ്ങളെ നോക്കി പഠിപ്പിച്ചു, ഇനി എനിക്കൊന്ന് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത്. അവിടെ ഞാൻ പോയ ബാംഗ്ലൂരിലെ FGAG ചർച്ച്, പാസ്റ്റർ പോൾ തങ്കയുടെ ചർച്ച്, ഞാൻ ഏറ്റവും പുറകിലിരിക്കുമായിരുന്നു പാസ്റ്റർ. ഇംഗ്ലീഷ് സർവീസിൽ ഏറ്റവും പുറകിലാണ് ഞാനിരുന്ന് വേർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആദ്യത്തെ സൺഡേ മുതൽ എന്നെ ആകർഷിച്ച 2 പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നിറഞ്ഞ ദൈവ സാന്നിധ്യം, 2
വളരെയധികം വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം. ഞാനൊരു പാസ്റ്ററിൻ്റെ മകനായിട്ട് അവിടെ പോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഒരു വചനത്തിൻ്റെ റെവലേഷൻ്റെ ഡെപ്തോ അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്തെങ്കിലും കണ്ട് അട്രാക്റ്റഡ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ചെറുപ്പം മുതലേ ഒത്തിരി ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ കണ്ടു വളരുന്നത് കൊണ്ട്. പക്ഷെ അവിടെ നിറഞ്ഞ ദൈവ സാന്നിധ്യവും ദൈവസ്നേഹവും അതിൻ്റെ അകത്തുണ്ടായിരുന്നു പാസ്റ്റർ. അങ്ങനെ ഞാൻ 6 months ആ ചർച്ചിൽ പോയതാണ് എന്നെ ആക്ച്വലി പൂർണ്ണ രക്ഷയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിൻ്റ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു എൻവിറോൺമെൻറ്റിൽ ഒരാളെ ചെറുതായിട്ടൊന്ന് സ്നേഹിക്കുമ്പോൾ അതൊരു ഭയങ്കര മാഗ്നിഫൈഡ് മൾട്ടിപ്ലൈഡ് ഗ്ലാസ്സിൽ കൂടെ പോകുന്നത് പോലെയാണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ചർച്ചിലല്ലാത്ത ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അങ്കിൾ ഒരു ചെറുപ്പക്കാരനെ എല്ലാ ദിവസവും സ്നേഹിച്ച് അവനുള്ള ആഹാരം കൊടുത്ത് അവനെ വളർത്തി വലുതാക്കുമ്പോൾ അവന് എന്നോട് ഈ അങ്കിളിന് സ്നേഹമുണ്ടെന്ന് തോന്നുന്നതിനേക്കാളും ഒത്തിരി ഡിഫറൻ്റാണ് ഒരു ചർച്ചിലെ പാസ്റ്റർ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും കാണുന്നത്. ചിലപ്പോൾ വർത്തമാനം പറയും, ചിലപ്പോൾ വർത്തമാനം പറയാൻ സമയം കാണത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ അകത്ത് ഇവരെന്തോ ഒരു ഭയങ്കരമായിട്ടൊരു ലവ് ഇവരനുഭവിക്കുന്നു. ആ സിസ്റ്റം വളരെ നമ്മൾ ആ 1 minute ആയിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ once in a month ആയിരിക്കും. പക്ഷെ ആ സിസ്റ്റത്തിൽ ഇവർ തിരികെ വരും, ഇവർ തിരികെ ദൈവസാന്നിധ്യത്തിൽ വരും. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം പാസ്റ്റർ. കഴിഞ്ഞ 2 ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് പലരും എനിക്ക് വിഷസ് അയച്ചു. ഒരു കുട്ടി എനിക്ക് ഒരു വിഷ് അയച്ചു. ആ കുട്ടി ഇങ്ങനെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്: ഞാൻ 1 വർഷമായിട്ട് ഈ ചർച്ചിൽ വരികയാണ്, ഒരു പ്രാവശ്യം പോലും ഞാൻ പാസ്റ്ററിൻ്റെ അടുക്കൽ വന്നിട്ടില്ല. കാരണം ഞാനൊരു ഗ്രാമത്തിൽ വളർന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് വന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാനൊക്കെ കോൺഫിഡൻസ് ഇല്ല. അവളൊരു തെലുങ്ക് സംസാരിക്കുന്ന കുട്ടിയാണ്. പക്ഷെ എനിക്കറിയത്തില്ല പാസ്റ്ററിനെ എൻ്റെ അപ്പനായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ അടുത്തറിയത്തില്ല, എനിക്ക് ആരാന്ന് പോലും ആ കുട്ടിയെ ടെക്സ്റ്റ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ആ കുട്ടിയുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടായത് എഴുതി ഏറ്റവും അവസാനം എഴുതിയിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കുക പാസ്റ്റർ, കർത്താവ് എനിക്കൊരു ധൈര്യം തരാൻ, പാസ്റ്ററിനെ വന്നൊന്ന് കാണാൻ. ഞാനത് ഒത്തിരി നേരം ചിന്തിച്ചു. സാധാരണ നമ്മൾ പറയുന്ന ലവ് ഈസ് റിലീസ്ഡ് ബൈ ടച്ച്, ലവ് ഈസ് റിലീസ്ഡ് വെൻ വി ടോക്ക്. ഇതൊന്നും തെറ്റെന്നല്ല, ഇത് മാനുഷിക എൻവിറോൺമെൻറ്റില്ല. പക്ഷേ ആ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഗ്ലോറിയസ് എൻവിറോൺമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ പോലും മനഃപൂർവ്വം ആരെയും ഒന്നും ചെയ്ത് സ്നേഹിക്കാതെ നമ്മളിലൂടെ ഒഴുകുന്ന ഒരു ദൈവസ്നേഹം. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ ശുശ്രൂഷയിലും അത് തന്നെയല്ലേ മഗ്ദലനക്കാരത്തി മറിയ. എക്സ്പ്ലിസിറ്റായിട്ട് ഒരു സ്ഥലത്തും കർത്താവ് മഗ്ദലനക്കാരത്തി മറിയ സ്നേഹിച്ചതായിട്ടില്ല. പക്ഷെ സോ മച്ച് ഓഫ് ലവ് ഡ്രോ ചെയ്യുന്നത് പോലെയാണ് മഗ്ദലനക്കാരത്തി മറിയയുടെ മിനിസ്ട്രിയും. ഓടിപ്പോകുന്നു, ടൂമ്പി പോകുന്നു, എല്ലായിടത്തും. ജോൺ, ഗോസ്പൽ എഴുതിയ ജോൺ, ഒരിടവും കർത്താവ് പറഞ്ഞില്ല നിന്നെ ഞാൻ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ സ്നേഹിക്കില്ല. പക്ഷെ അദ്ദേഹം എല്ലായിടത്തും എഴുതുന്നു കർത്താവ് എന്നെ ആ സ്നേഹിച്ച്. സോ സംതിങ് ഈസ് വെരി സ്പെഷ്യൽ ഇൻ ദി എൻവിറോൺമെൻറ്റ് ഓഫ് ദ പ്രസൻസ് ഇൻ ദ ചർച്ച്, ദാറ്റ് ഇറ്റ് ഈസ് ഡ്രോയിങ് പീപ്പിൾ നോട്ട് ഓൺലി ടുവേർഡ്സ് ജീസസ്. അപ്പം നമ്മെ കർത്താവ് ഉപയോഗിച്ച് പൗലോസ് പറയുന്നത് പോലെ നിന്നെ അനേകർ വചനം പഠിപ്പിച്ചു, ഇൻസ്ട്രക്ട് ചെയ്തു. പക്ഷേ നിനക്ക് ഞാനൊരു അപ്പനാണ്. അപ്പം നമ്മെ ദൈവം അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഏതൊക്കെയോ കാര്യത്തിൻ്റെ അകത്തേക്ക് ദൈവം പൊസിഷൻ ചെയ്യുന്നു. അപ്പനായിട്ടായിരിക്കാം, അമ്മയായിട്ടായിരിക്കാം. ഞങ്ങളുടെ ചർച്ചിൽ പ്രായമുള്ള ആളുകൾക്ക് ഞാനൊരു സഹോദരനായിരിക്കും. ചിലരൊക്കെ എന്നെ ഇപ്പോഴും ബ്രദറെ എന്നറിയാതെ വിളിക്കും, അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ അങ്ങനെ വിളിച്ചു. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ ചെങ്ങന്നൂരിൽ ഒരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിട്ട് വന്നു. അമ്മച്ചിക്കൊരു 75-80 വയസ്സുണ്ട്. അമ്മച്ചിയുടെ മകൾ ഞങ്ങളുടെ ചർച്ചിലുണ്ട്, ഒരു 55 അല്ലെങ്കിൽ 60 വയസ്സാണ്. അവരുടെ മകളാണ് ആക്ച്വലി ഞങ്ങളുടെ ചർച്ചിൽ വന്ന് 30 വയസ്സുള്ള ചെറുപ്പക്കാരി. ആ മകൾക്കൊരു 7 വയസ്സുള്ള മകളുണ്ട്. ഈ അമ്മച്ചി സുഖമില്ലാതായപ്പോൾ ഡോക്ടർമാർ സീരിയസ് ആയിരിക്കും, അടുത്തതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ 60 വയസ്സുള്ള അമ്മച്ചി വലിയ അമ്മച്ചിയുടെ കാര്യത്തെക്കുറിച്ച് ഡോക്ടറിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് ബാംഗ്ലൂരിൽ നിന്ന് വരണം, എൻ്റെ സ്പിരിച്വൽ ഫാദർ വന്നാലേ നമുക്കൊരു തീരുമാനം എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, 60 വയസ്സുള്ള പ്രായമുള്ള അമ്മച്ചിക്കും ഞാനൊരു സ്പിരിച്വൽ ഫാദർ എങ്ങനായി? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി അവരുടെ മോളെ കുറച്ചും കൂടെ ഫാദർലി ലവ് കൊടുത്തു. കാരണം അപ്പം മരിച്ചുപോയ കുട്ടിയാണ്, കുറച്ചും കൂടെ ഞാൻ കെയർ ചെയ്യുന്നു. അവളുടെ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ സഹായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചർച്ചിൻ്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത്
നമ്മളെ കർത്താവ് എവിടേക്കോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതൊരു വലിയ റീസണാണ് പാസ്റ്റർ. ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലോൺലിനെസ്സിൻ്റെ അകത്തേക്ക് ദൈവം നമ്മെ അഭിഷക്തന്മാരെ യൂസ് ചെയ്യുന്നുള്ളത്. അതാണ് ആക്ച്വലി അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ ഒരു വലിയ. അപ്പം ഞാൻ ബൈബിളിൽ ശ്രദ്ധിച്ചപ്പോൾ ജോൺ മാർക്കിനെ പൗലോസ് ഇറക്കി വിടുന്നുണ്ട്. പക്ഷേ ജോൺ മാർക്ക് വീട്ടിൽ പോകുന്നില്ല. ജോൺ മാർക്കിൻ്റെ മമ്മിയെക്കുറിച്ച് ബൈബിളിലുണ്ട്. ജോൺ മാർക്ക് പത്രോസിനെടുക്കെ പോവുക. പിന്നെ തിരികെ വന്നത് പൗലോസിന് ഭയങ്കര ഇഷ്ടമുള്ള ജോൺ മാർക്കായിട്ട് മാറുകയാണ്. ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ദ ലോർഡ് ജീസസ് ഇസ് മാനിഫെസ്റ്റിംഗ് ത്രൂ ദ ലൈഫ് ഇൻ ദാറ്റ് അറ്റ്മോസ്ഫിയർ ഓഫ് പ്രസൻസ് എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പാസ്റ്റർ. അത്ഭുതകരം, അതിശയകരമാകുന്ന ഒരു വ്യക്തതയുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചത്. സഭയുടെ പങ്ക് ഇതിനകത്ത് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ദൈവദാസന്മാരെ അപ്പനെ പോലെ കാണുവാൻ ദൈവമക്കൾ തയ്യാറാകുന്നു എന്ന് പറയുന്നത് അവിടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അന്തരീക്ഷമാണ്. തെലുഗു സ്പീക്കിംഗ് ആയിട്ടുള്ള പെൺകുട്ടി ഇതുവരെ കണ്ടിട്ടില്ല. അവളെങ്ങനെയാണ് പാസ്റ്റർ അനീഷിനെ അപ്പനായി കാണുന്നത്? അത് ഇൻ സ്പിരിറ്റ് റിലേഷൻഷിപ്പാണ്, സ്പിരിറ്റ് ടു സ്പിരിറ്റ് റിലേഷൻഷിപ്പാണ്. അവളിലുള്ള പരിശുദ്ധാത്മാവും പാസ്റ്ററിലുള്ള പാസ്റ്ററിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ പുറപ്പെടുന്ന സ്നേഹം അവളിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയോ ശൂന്യതകൾ നികത്തപ്പെടുകയാണ്. അതോടൊന്നിച്ച് തന്നെ അവൾ പാസ്റ്ററിൽ അപ്പനെ കണ്ടെത്തുകയാണ്, ഒരു സ്പിരിച്വൽ ഫാദറിനെ കണ്ടെത്തുകയാണ്. മഹാത്ഭുതകരം. ഇതോടൊന്നിച്ച് തന്നെ നമുക്ക് മാതാപിതാക്കൾക്കും ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവരെ പ്രത്യേകിച്ചും ഈ ഒരു 17, 18, 20 വയസ്സൊക്കെ ആകുന്ന സന്ദർഭത്തിൽ കുട്ടികളിൽ കാണുന്ന മാറ്റങ്ങൾ, സംഘർഷങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് അത് മനസ്സിലാകുകയില്ല. അവരെന്താണ് നേരിടുന്നത് എന്നുള്ളത് മനസ്സിലാകുകയില്ല. മാത്രമല്ല ഇവർക്കിത് പപ്പായോടും അമ്മയോടും പങ്കുവയ്ക്കുവാൻ കഴിയത്തുമില്ല. ആ സാഹചര്യത്തിൽ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നേരിടേണ്ടത്? പക്ഷെ ഞാൻ ഈ പേരൻസുമായിട്ടുള്ള കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എവിടെ വോയിഡ്നെസ് ക്രിയേറ്റ് ആകുമോ, ശൂന്യതകൾ വരുമോ അവിടെ പ്രയാസം വരും. ഞാൻ ചിന്തിച്ചപ്പം കർത്താവായ യേശുക്രിസ്തു ഇത്ര വേദനയോടുകൂടെ കാൽവരി ക്രൂശിൽ കഴിഞ്ഞ ദിവസം മുതലേ കിട്ടിയ അടിയും മുൾക്കിരീടവും ആണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാൽവരി ക്രൂശിൽ കിടക്കുക. അപ്പം കർത്താവ് മരിച്ചാൽ ഒരു ശൂന്യത ഉണ്ടാകും മറിയത്തിന്. കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ ശൂന്യതയെ സ്റ്റോപ്പ് ചെയ്യാണ്. കർത്താവ് പറയുകയാണ്, മമ്മി നീ ഏകയല്ല, യു ഹാവ് എ സൺ, എനിക്ക് പകരം ഒരു സണ്ണുണ്ട്, അവനോടൊപ്പം പോയെന്ന ആ ചാപ്റ്ററിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്. അപ്പം ഈ പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ശൂന്യതകൾ, ഗ്യാപ്പ് വരുമ്പോഴാണ് പാസ്റ്റർ കൂടുതലായിട്ടും പ്രതിസന്ധികൾ വരുന്നത്. 2-3 രീതിയിലാണ് ഗ്യാപ്പ് വരുന്നത്. ഒന്ന്, പേരൻസിന് കുഞ്ഞുങ്ങൾക്ക് ടൈം കൊടുക്കാൻ പറ്റാത്തപ്പം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളിൽ പോലും ആക്ച്വലി അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷയുടെ തിരക്കുകൾ കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ഓടുമ്പം നമ്മുടെ ഓട്ടത്തിൻ്റെ അകത്ത് ചിലപ്പോൾ യാത്രയുടെ റിസ്കുകളുണ്ട്, ക്ഷീണത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു അപ്പനായിട്ട് ചിന്തിക്കും, അയ്യോ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ ഇട്ട് യാത്ര ചെയ്യിപ്പിക്കേണ്ട, റെസ്റ്റ് എടുക്കട്ടെ. പക്ഷെ ഞാൻ കണ്ടത് അത് അവരെ ആക്ച്വലി ഒരു ശൂന്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പാസ്റ്റർ ഞാൻ ഇന്ന് ഈ റെക്കോർഡിങ്ങിന് വന്നപ്പോഴും പാസ്റ്റർ ശ്രദ്ധിച്ച് എൻ്റെ മൂത്ത മോള് ഞാനിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഈ ബ്രേക്കിൻ്റെ അകത്തും അവൾ ഞാനിങ്ങനെ എൻ്റെ കൂടെ, ഇന്നൊക്കെ ഒത്തിരി വളരെ ടീഡിയസ് ആയിട്ടുള്ള ഡ്രൈവായിരുന്നു. ഇടുക്കിയുടെ മുകളിൽ പോയി താഴെ ഇറങ്ങുന്നു, മീറ്റിങ്സിനായിട്ട് വരുന്നു. കൊണ്ടുപോകുന്നതിൻ്റെ റീസൺ ആ ഗ്യാപ്പ് അങ്ങ് ക്ലോസ് ചെയ്യാൻ കഴിയുന്നിടത്തോളം, നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നൊരു ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം. പിന്നീട് ഗ്യാപ്പ് വരുന്ന പഠനത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഫസ്റ്റ് പഠിത്തം ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായി. എല്ലായിടവും ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലാണ്, ഒരുപക്ഷെ ബാംഗ്ലൂരിലെല്ലാം നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷെ കോഴഞ്ചേരിയിലുള്ള പാസ്റ്ററിനെ ചിലപ്പോൾ അതുപോലെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇവിടെ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ നിർബന്ധിതരാകുകയാണ് തിരുവനന്തപുരത്തോട്ടോ എറണാകുളത്തോട്ടോ കോയമ്പത്തൂരോ ബാംഗ്ലൂരിലോ കുഞ്ഞുങ്ങളെ വിടാൻ. കുഞ്ഞുങ്ങളെ ആ സെപ്പറേഷനിൽ എൻ്റെ ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അതെല്ലാവരും യോജിക്കത്തില്ല. ഇപ്പം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് സ്ത്രീയോട് പറ്റിച്ചേരണം. മാരേജിൻ്റെ ഒരു സിസ്റ്റം വരെ ഐ ഫീൽ ആ വോയിഡ്നെസ് വരാതെ കാക്കാൻ പറ്റിയാൽ പേരൻസ് ഒത്തിരി വിജയിക്കും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരൊരു 25 മെച്യൂർ ഏജ് ആകുന്നത് വരെ. അപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പം ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സ് വരെ എൻ്റെ ഡാഡിയുടെ കൂടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ പോകുന്നു, ചർച്ചിൻ്റെ അകത്താകുന്നു. അപ്പോൾ ഒരു ലോൺലിനെസ്സിൻ്റെ സിസ്റ്റത്തിലോട്ട് കയറാതെ കർത്താവ് എന്നെ സഹായിച്ചു. പക്ഷെ ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു മകളുടെ ടെസ്റ്റ് മണി ആസാദി എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ കേൾക്കുകയായിരുന്നു.
13-ാമത്തെ വയസ്സ് മുതൽ ആ മകൾ ശുശ്രൂഷയിലുണ്ട്. ഒരു പാസ്റ്ററിൻ്റെ മകളാണ്. അവൾ നല്ല ആത്മീയതയിൽ വളർന്നു വരികയാണ്. എന്നാൽ ഗൾഫിൽ പാസ്റ്ററിന് അറിയാമല്ലോ, ലോങ് ടേം അവർക്ക് പഠിക്കാനൊക്കത്തില്ല. ഒന്നിൽ 10th വരണം, അല്ലെങ്കിൽ 12th മാക്സിമം വരണം. ഈ കുഞ്ഞ് 12th വന്നു. 6 വർഷം അവൾ തമിഴ്നാട്ടിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു. പക്ഷെ അവൾ പറയുന്നത് ഇത്രയും ആത്മീയത 13-ാമത്തെ വയസ്സ് മുതലുണ്ടായിരുന്ന കുഞ്ഞിന് ആ 6 വർഷം അവളെ ലോൺലിനെസ്, ബ്രോക്കൺനെസ്സിലേക്കും അവളുടെ ക്യാരക്ടറിനെ പോലും അതങ്ങ് മാറ്റിയെടുത്തു. ചർച്ച്, കൂട്ടായ്മ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ. അപ്പോൾ പഠിക്കാനാണ് അയച്ചത്. അവൾ പഠിച്ചിറങ്ങി, വളരെ ഉന്നത ഡിഗ്രി കിട്ടി ഒക്കെ ഉണ്ടെങ്കിലും അവൾ ബ്രോക്കൺനെസ്സുമായിട്ടാണ് ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ചർച്ചിൽ വരുന്നത്. കർത്താവിൻ്റെ കൃപയാൽ അവൾ ഒത്തിരി ഇന്ന് മാറി കർത്താവ് സൗഖ്യമാക്കി. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യുമ്പോൾ പഠനം, ജോലി, അങ്ങനത്തെ ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു വോയിഡ് സിസ്റ്റത്തിലേക്ക് വരിക. വോയിഡ് സിസ്റ്റത്തിൽ വരുമ്പോൾ ഈ വോയിഡിനെ ഫില്ല് ചെയ്യാനായിട്ട് അവർ ആളുകളെ അന്വേഷിക്കും. ഉദാഹരണത്തിന് ഇപ്പം ആൺകുട്ടികൾക്ക് അമ്മമാരോടാണ് കൂടുതൽ അടുപ്പം എന്നാണ് ആസ് എ പാസ്റ്റർ ഞാൻ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയെ മിസ് ചെയ്ത് തുടങ്ങി. ഞാൻ ദൂരെ പോയി, എനിക്ക് എൻ്റെ മമ്മി എൻ്റെ കൂടെ, മമ്മി എനിക്ക് ആഹാരം തരുന്നു, വാരി തരുന്നു, ഭക്ഷണം തരുന്നു, എൻ്റെ തുണി അലക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് അതൊന്നും ഇല്ലാന്നിരിക്കട്ടെ, ഓട്ടോമാറ്റിക്കലി എൻ്റെ മമ്മിയെ ഞാൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ഒരുപക്ഷെ ടീച്ചറിലായിരിക്കാം, വാർഡന്മാരിലായിരിക്കാം. അത് തെറ്റായി തിരിഞ്ഞു പോകുന്നത് പെൺകുട്ടികളിലേക്ക് കണ്ടുപോകാം. അപ്പോൾ ചില ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ ആക്ച്വലി അവരാരും മോശമായിട്ടൊരു കാര്യം ചെയ്തു തുടങ്ങിയല്ല പാസ്റ്റർ. നമ്മുടെ കുഞ്ഞുങ്ങളെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അവർ സെക്ഷൽ പ്ലഷറിനുണ്ട്. നോ, എൻ്റെ ഒരു ഫീലിംഗ് 99% അങ്ങനത്തെ ഒരു ബന്ധത്തിലല്ല അവർ തുടങ്ങുന്നത്. ഈ വോയിഡ് ഫില്ല് ചെയ്യാൻ അവരുടെ പപ്പായ ആരിലെങ്കിലും ഒരാളിൽ കാണും, അല്ലെങ്കിൽ അവരുടെ മമ്മി ആരിലെങ്കിലും ഒരാൾ കാണുമ്പോഴാണ് ഇവർ ആക്ച്വലി അട്രാക്റ്റഡ് ആകുന്നത്. ആ അട്രാക്ഷൻ പിന്നെ പല തെറ്റായ രീതികളിലേക്ക് പോകാം. പക്ഷേ ഈ വോയിഡാണ് ആക്ച്വലി അത് ക്രിയേറ്റ് ചെയ്തത്. ഈ വോയിഡിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളോടുകൂടെ തന്നെ നിർത്തുക എന്ന ആ നല്ല നിർദ്ദേശം, അതിനകത്ത് ചില സംഘർഷങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊരു നല്ല കോളേജ് കാണില്ല, നല്ലൊരു യൂണിവേഴ്സിറ്റി കാണില്ല. അതിനെന്തെങ്കിലും പരിഹാര മാർഗം കണ്ടെത്തുക. അവർ വിജയകരമായി ജീവിക്കണമെന്നല്ലേ, നല്ലൊരു ജീവിതം നയിക്കണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണം, മാത്രവുമല്ല അവർ നിത്യതയിൽ കാണപ്പെടണം. അപ്പോൾ ഇതെല്ലാം വിശകലനം ചെയ്യുമ്പോൾ, അതെല്ലാം അതിന് ആ നിലയിൽ അതിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നിയാലും കുട്ടികളെ കൂടെ നിർത്തുക. പാസ്റ്റർ പറഞ്ഞതുപോലെ 25 വയസ്സ് വരെയെങ്കിലും കുട്ടികളെ കൂടെ നിർത്തുക. അതിനുള്ളിൽ 23 പെൺകുട്ടികളാകുമ്പോൾ 23, 24 ആകുമ്പോഴത്തേന് വിവാഹം കഴിപ്പിക്കണം. അതിനെക്കുറിച്ച് പാസ്റ്റർ ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. സോ ആ നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയും. പാസ്റ്ററുടെ ചർച്ചിൽ ഈ അടുത്ത നാളുകളിലൊക്കെ വന്ന കുട്ടികളുടെയൊക്കെ വിവാഹം വേഗത്തിൽ നടക്കുന്നുണ്ട്. പാസ്റ്റർ അതിനെക്കുറിച്ച് അവരോട് പറയുന്നുമുണ്ട്. പാസ്റ്റർ, ഞങ്ങളുടെ ചർച്ചയിൽ വന്ന ചെറുപ്പക്കാർ കൂടുതലും ജോലി കിട്ടിയാണല്ലോ ഇപ്പോൾ വരുന്നത്. പഠിച്ചു കഴിഞ്ഞ് അവർ ആ ബ്രോക്കൺനെസ് പീരീഡിൽ കൂടെ പോയി അവരൊരു അക്കംപ്ലിഷ്മെൻറ്റിലേക്ക് എത്തി, ജോലി കിട്ടി, ബാംഗ്ലൂർ ആകുമ്പോൾ നല്ലൊരു സാലറി കിട്ടി വരികയാണ്. അപ്പോൾ അവർക്ക് നല്ല പേരൻസ് ഹാപ്പിയാണ്, പഠിപ്പിക്കാൻ വിട്ടു, നല്ല ജോലി കിട്ടും. ബട്ട് സ്റ്റിൽ ഒരു 3 വീക്സിൻ്റെ അകത്ത് അവർ എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ അടുത്ത് വരും, ഞങ്ങളുടെ പാസ്റ്ററുടെ അടുത്ത് വരും. ദേ വിൽ ഓപ്പൺ അപ്പ് വാട്ട് ദേ ആർ സ്ട്രഗ്ലിങ്. അപ്പോൾ കൂടുതലും അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഒരു ലെവൽ കഴിയുമ്പോൾ പേരൻസിനോട് പറയാൻ പറ്റത്തില്ല. ആൻഡ് ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് 99% nobody will open up to their parents until the Lord does a great miracle in that. സോ അപ്പോൾ എപ്പോഴും ഒരു ഹൈഡിങ് മെക്കാനിസത്തിൻ്റെ അകത്തായിരിക്കും അവർ വരുന്നത്. അവിടെയാണ് പാസ്റ്റർ നേരത്തെ ചർച്ചിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. വി ആസ് പാസ്റ്റേഴ്സ് they need to get a confidence that if they share something that we can trust. ഉദാഹരണത്തിന് പാസ്റ്റർ, ഒരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഐ എം അഡിക്റ്റഡ് ടു പോർണോഗ്രാഫി. അപ്പം ഞാൻ ചോദിക്കുകയാണ്, well I can understand boys being addicted, but how come you? അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി അവൾ പറയുകയാണ്. സോ things are going in such a way where there is a struggle for all the youngsters in that period of time. ഞാൻ ഇതിനെ മനസ്സിലാക്കിയത് ദൈവം പാസ്റ്റർ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തെ, പാസ്റ്ററിനൊക്കെ ഇപ്പോൾ എന്നെക്കാളും പ്രായമുള്ളതുകൊണ്ട്, ബിക്കോസ് വി ഹവ് ഗോൺ ത്രൂ ഇറ്റ്, there is a time
when our hormones and our systems are drived very powerfully, that there is a crave എന്ന വ്യൂയോട് തന്നെ ഞാൻ പറയണം for sexual pleasure. ആ ദൈവം ആ സിസ്റ്റത്തിൽ കൂടെ ദൈവത്തിൻ്റെ ക്രിയേഷനാണത്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് എ സിൻ. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ഗോഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്. അപ്പോൾ ആ ഒരു ഏജ് ഐ ഫീൽ പാസ്റ്റർ ഇറ്റ് ഗെറ്റ്സ് റിയലി ആക്ടിവേറ്റഡ് ബിറ്റ്വീൻ 21 to 27. ആ ഒരു 5-6 ഇയേഴ്സിനകത്താണ് അതൊരു റിയൽ ഹൈ പൊട്ടൻഷ്യലായിട്ട് ആക്ടിവേറ്റഡ് ആകുന്നതാണ് ആസ് എ പാസ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ഓൾ ദീസ് യങ്സ്റ്റേഴ്സ്. ആ സമയത്താണ് കല്യാണം കഴിക്കേണ്ടത്. കാരണം ആ ഡിസയറിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ പാസ്റ്റർ. ഇറ്റ് ഇസ് നോട്ട് എ സിൻ. നമ്മൾ അതിനെ വൾഗറൈസ് ചെയ്ത് സിൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ 22-ാമത്തെ വയസ്സിൽ ആ ഡിസയർ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഡിസയർ വരുമ്പോൾ, എനിക്കെൻ്റെ ഭാര്യ ഇല്ല എങ്കിൽ I automatically try to find somebody else. Somebody else in the പ്രശ്നം ബിക്കോസ് വൈഫ് അല്ലാത്തതുകൊണ്ട് കവണൻ്റ് ബന്ധമില്ല. കവണൻ്റ് ബന്ധമില്ലാത്തതുകൊണ്ട് ഒരെണ്ണത്തിന് ഇഷ്ടം കഴിയുമ്പോൾ അപ്പുറേ പോകും. ഇവർ ബാർ സിനിമ മൊത്തമാക്കിയില്ല പാസ്റ്റർ. പിന്നെ ഇവർക്കൊരു കോൺഷ്യൻസിൽ സിൻ കോൺഷ്യൻസ് വരുന്നില്ല, കൺവിക്ഷൻ ഇല്ല, അതങ്ങ് പോയി. ഇത് മനസ്സിലാക്കി ഞാൻ ചേർച്ചിൽ പറയാൻ തുടങ്ങിയപ്പോൾ സംഹൗ പാസ്റ്റർ ബൈ ഗ്രേസ് ഓഫ് ഗാഡ്, ആദ്യം പേരൻസൊക്കെ എതിർത്തെങ്കിലും ഒരു മാരേജ് ഇതുപോലെ 23-24, ഗേൾ 23, ബോയ് 24 നടത്തി. അവർ ഫ്രൂട്ട്ഫുൾ ആയപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് കമ്മിങ് ബാക്ക് ആൻഡ് സേയിങ് യെസ് ദിസ് ഇസ് ദ പ്രോബ്ലം ദാറ്റ് വി ഹാവ് ഹാഡ്. ഇപ്പോൾ 27 വയസ്സുള്ള 28 വയസ്സുള്ള പിള്ളേരുണ്ട് പാസ്റ്ററെ. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്താ ഇങ്ങനെ മുറിവേറ്റ്, ഞങ്ങൾ തന്നെ ഇങ്ങനെ. ദ ക്യാരക്ടർ ഇസ് സോ ഡിഫറെൻറ്റ് ബിക്കോസ് വി അണ്ടർസ്റ്റുഡ് ദ മാരേജ് ഇസ് നോട്ട് ഹാപ്പൻ. വിശേഷിച്ചും ഈ സന്ദർഭത്തിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് അവറുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Yes, Pastor. Thank you, Jesus. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞു, എൻ്റെ വചനം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് തിരിച്ചു വരത്തുള്ളൂ. അത് എഴുതപ്പെട്ട വചനം മാത്രമല്ല, അങ്ങയുടെ അഭിഷക്തന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തും ലൈഫ് ഉള്ളത് കൊണ്ട് ആ ലൈഫ് എന്ത് അക്കംപ്ലിഷ് ചെയ്യണമോ അത് ചെയ്തിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഒത്തിരി പേര് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വി നോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഇസ് റിലീസിംഗ് ദി ആൻസർ ത്രൂ അവർ ഡിസ്കഷൻ ആൻഡ് ലൈഫ് ഇസ് മൂവിംഗ്. ജീവൻ വ്യാപരിക്കുക യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ആദ്യം ഞങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ മാതാപിതാക്കൾക്ക് കയറിയാൽ മാത്രമേ അത് ജനറേഷൻസിലൂടെ കൈമാറത്തുള്ളൂ. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ ഇതിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ ആത്മീക നന്മകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ റിലീസ് ഇറ്റ് ഓൺ ടു ദം ഇൻ ദ നെയിം ഓഫ് ജീസസ്. റിലീസ് ലൈഫ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവരുടെ എല്ലാ വിഷമങ്ങളും മാറിപ്പോട്ടെ, വലിയ പ്രതീക്ഷകൾ വരട്ടെ, വലിയ ഹോപ്പ് വരട്ടെ. ലെറ്റ് ദം എക്സ്പീരിയൻസ് ഹോപ്പ് ഇൻ ജീസസ്. അത് സംഭവിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെറുപ്പക്കാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇന്നത്തെ ഈ സന്ദേശം കേട്ട് ആരുടെ ഹൃദയം മുറിയാതെ ദൈവം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കണ്ടമിനേഷനിലേക്ക് പോകാതെ സിൻ കൺവിക്ഷൻ മാത്രം ലഭിച്ച് അവർക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴ്സി സീറ്റ് ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ, അവിടെ യേശുവിന്റെ റൈച്ചസ്നെസ് അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുമെന്ന് അറിയുവാൻ ദൈവമേ, ഇന്ന് അനേകരെ ആ മെഴ്സി സീറ്റിലേക്ക് അങ്ങ് അട്രാക്ട് ചെയ്യണമേ. അങ്ങ് അട്രാക്ട് ചെയ്യുന്ന ദൈവമാണല്ലോ, അങ്ങ് വെളിച്ചമാണല്ലോ. ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ വെളിച്ചം കണ്ടതുകൊണ്ട് വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങുമല്ലോ. ഇന്ന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ആ വെളിച്ചത്തിലേക്ക്, ആ ഗ്ലോറിയിലേക്ക് അങ്ങ് അട്രാക്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചെറുപ്പം മുതൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്രയാസങ്ങൾ മുഖാന്തരം വന്ന രോഗങ്ങൾ, മാതാപിതാക്കൾക്ക് ടെൻഷൻ കൂടി വന്ന രോഗങ്ങൾ എല്ലാം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഡിവൈൻ ഹീലിംഗ്, ഡിവൈൻ റെസ്റ്റ്, അത്ഭുത സൗഖ്യം അങ്ങ് ശരീരത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ഗ്ലോറിക്കകത്ത് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങേപ്പോലെ ആക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഓടുവാൻ കർത്താവെ, അങ്ങ് നൽകിയിരിക്കുന്ന ഡിവൈൻ ഗോഡ്ലിനെസ്സിനായിട്ടും ഡിവൈൻ പവറിനുമായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് രണ്ടും ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിനെ പോലെ ആയതുകൊണ്ട് സ്തോത്രം. നന്ദി കർത്താവെ, മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ദയവായി ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.
എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.